ഹായ് ഗൈസ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ നമ്മളൊരു ട്രിപ്പിലാണ്. രാവിലെ തന്നെ ഫ്രഷ് ആയി നമ്മൾ കാറി കയറി പോവാട്ടോ. പോകുന്ന വഴിക്ക് ഒരു നെയ്റോസ്റ്റും അകത്താക്കിയിട്ടാണ് പോകുന്നത്. ഈ ചുരം കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിലോട്ടാണ് കേട്ടോ. പിന്നെ മോഷൻ സിക്നസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മ്യൂസിക് ഒക്കെ കേട്ടിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ആൻഡ് അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വാസ് ദിസ് ലേക്ക്. ആൻഡ് ഇത് കാണാൻ ഭയങ്കര വൃത്തിയായിരുന്നു, ഭയങ്കര കാമിങ് ആയിരുന്നു. ഞങ്ങൾ ബോട്ടിങ്ങിലൊക്കെ പോയിട്ടോ. ഇത് വെള്ളത്തിന്റെ അടിയിൽ വളരുന്ന ഏതോ ഒരു ചെടിയാട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, അതുകൊണ്ട് എടുത്താണ്. വെള്ളത്തിനൊക്കെ എന്താ തണുപ്പെന്നറിയോ. പിന്നെ മൊത്തത്തിൽ ഭയങ്കര ഒരു കാമിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ നേരെ താമസിക്കാൻ പോകുന്ന എസ്റ്റേറ്റിലേക്കാണ് വന്നത്. ഇതാണ് നമ്മൾ നിൽക്കുന്ന എസ്റ്റേറ്റ്. ചുറ്റും മൊത്തം തേയില കേട്ടോ. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന കോട്ടേജ്. ഇതിന്റെ അകത്ത് കയറിയപ്പോൾ തന്നെ സ്റ്റാഫ് ഞങ്ങളോട് പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് റെഡിയായ ഒരു ജീപ്പ് വരും, ഓടിപ്പോയി സൺസെറ്റ് കണ്ടിട്ട് വരാം. ഞങ്ങൾക്ക് കൃത്യനിഷ്ഠ പിന്നെ ഭയങ്കര കൂടുതലായതുകൊണ്ട് അതിനകത്ത് കയറിയപ്പോൾ തന്നെ ആ ജീപ്പിലെ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ലേറ്റായി എന്ന്. പക്ഷെ ഞങ്ങൾ തളർന്നില്ല. അങ്ങനെ സൂര്യൻ പോയില്ല എന്നുള്ള സ്റ്റേറ്റിൽ, അതായത് സൺസെറ്റിന് ഒരു 10 സെക്കൻഡ് മുന്നേ ഞങ്ങൾ എങ്ങനെയൊക്കെ അവിടെ എത്തി. ഈ വ്യൂന്ന് സൺസെറ്റ് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നേ. ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന മലയിൽ നിന്ന് മുകളിലോട്ട് ഇനിയും കയറി, അത് ഫുൾ കാടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഇത് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് എന്നെയും കൂടെ ഒന്ന് എടുക്കടി എന്ന് പറഞ്ഞ് ഓടി വന്നാ കേട്ടോ. ഇനി അവിടെ നിന്നാ രാത്രി ആന ഇറങ്ങുന്നു പറഞ്ഞോണ്ടാട്ടോ ഞങ്ങൾ വേഗം ജീപ്പിൽ കയറിയേ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ നിന്നേനെ. അത്ര രസമായിരുന്നു ആ സ്ഥലം കാണാൻ. പിന്നെ നേരെ കോട്ടേജിൽ വന്ന് ഡിന്നറും കഴിച്ച് ഞാൻ ഫ്രഷ് ആയിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. നാളെ രാവിലെ എണീറ്റ് ഇനിയും കുറേ സ്ഥലം കാണാനുണ്ട് അത്ര. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാട്ടോ. ടാറ്റാ.